വാണിമേൽ ഒരു 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ പറയണം പ്ലീസ്. മറ്റുള്ളവരിലേക്ക് കൂടി പോകേണ്ടതാണ്. നിങ്ങൾ എല്ലാവരും ഒരു ഭാഗത്ത്, ഞാൻ സ്വന്തമായതുകൊണ്ട് വേറെ എനിക്ക് വികാരക്കൊള്ളത്തില്ല, കേട്ടോളൂ. ആദ്യമായിട്ട് ഇസ്ലാമിക രാഷ്ട്രം ഒരു രാജ്യം ഇന്ന് ലോക ഇസ്ലാമിക രാഷ്ട്രമായിട്ടില്ല. ഇസ്ലാമിക രാഷ്ട്രമാവാൻ ഇസ്ലാം ഉദ്ദേശിക്കുന്നുമില്ല, ഖുർആൻ ഹദീസിൽ കാണിക്കാൻ കഴിയില്ല. ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം പോലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തത്, മുസ്ലിം ലീഗ് പേര് കൊണ്ട് മറ്റുള്ള മതങ്ങൾ അംഗീകരിക്കുന്നത് ചോദിച്ച് എന്റെ മുമ്പ് സംസാരിച്ച സാഹിബ്, കേട്ടോളൂ. മുസ്ലിം ലീഗ് ഇവിടെ രക്ഷപ്പെടുന്നത്, മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് മറ്റ് മതങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ്. വിവിധ മതാനുയായികൾ എല്ലാ മതങ്ങളും ലീഗിനെ അംഗീകരിക്കുന്നുണ്ടാണ് ലീഗ് വിജയിച്ചു വരുന്നത്. ലീഗിന്റെ അജണ്ട അതാണ്. പേരിൽ മുസ്ലിം എന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു എന്നൊരു പത്രമുണ്ട്, അത് ഹിന്ദുക്കളതാണോ? അല്ലല്ലോ. പേര് കൊണ്ടിരിക്കുന്നു ചന്ദ്രിയ എന്നൊരു സോപ്പുണ്ട്, അത് ലീഗിൻ്റെതാണോ? അല്ലല്ലോ. പേരില്ല പ്രശ്നം. ലീഗ് മുസ്ലിം എന്ന പദം ലോകത്തെവിടെയും അക്രമം സൃഷ്ടിച്ചിട്ടില്ല. മുസ്ലിം എന്ന പദവും ഇസ്ലാമും ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് സമാധാനമാണ്, മനുഷ്യത്വമാണ്, മാനവികതയാണ്, രാഷ്ട്രനിർമ്മിതിയാണ്. അതേ അവസരം സമ്മതിക്കുന്നു, താലിബാനെ പോലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, IS-നെ അംഗീകരിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ശത്രുക്കൾ, മനുഷ്യന്റെ ശത്രുക്കൾ, അവര് അക്രമങ്ങൾ അയച്ചുവിടുന്നുണ്ട്. അത് ഏറ്റവും എതിർക്കുന്ന പാർട്ടി മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രിയും. മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടായി, ഇവിടെ അത് പറയാതിരിക്കാൻ നിവൃത്തില്ല. അതായത് ലോകം ഇസ്ലാമിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കേട്ടോ, നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആദ്യ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ വളരെ മോശമാക്കി പറഞ്ഞിരുന്നു. അദ്ദേഹം സൗദി പോയപ്പോ അത് 5 മിനിറ്റുള്ള ഒരു കാസറ്റ് കണ്ടു, വീഡിയോ കണ്ടു ഇസ്ലാമിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, ഓ ഇതാണോ ഇസ്ലാം? ഞാൻ കരുതിയത് കൊള്ളക്കാര മതമാണ് ഇസ്ലാം എന്നാണ്. ഞാൻ ഇസ്ലാം ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു. വിമൻ ഇൻ മൈ വ്യൂ എന്നൊരു പുസ്തകത്തിൽ ഹിലാരി ക്ലിന്റൺ എഴുതുന്നുണ്ടെന്ന് അറിയാം നിങ്ങള്. ലോകത്ത് സമാധാനം കേരളം 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നത്. ഒന്ന് പറയട്ടെ. ഹിലാരി ക്ലിന്റൺ ഒരു പുസ്തകമുണ്ട്, എന്താ അറിയോ? വിമൻ ഇൻ മൈ വ്യൂ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അവർ എഴുതുന്നത്, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും തോന്നുന്നത് സ്ത്രീകളെ കച്ചവടച്ചരക്കാത്ത മതമാണ് ഇസ്ലാം. സ്ത്രീകളുടെ വേഷധാരകളാണ്, സ്ത്രീകളുടെ സെക്സി ലുക്കുകളാണ് ലോകത്ത് സമാധാനം തകർത്തതെന്ന് ഹിലാരി ക്ലിന്റൺ എഴുതുകയാണ്. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇസ്ലാം നേരത്തെ പറഞ്ഞു, ലോകത്തിൽ നേരത്തെ പറഞ്ഞു എങ്ങനെ സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനുഷ്യനെ അന്ധമായി തെറ്റിദ്ധരിക്കണം. ഞങ്ങൾ നിങ്ങളെ എത്ര തന്നെ ഞങ്ങളെ പുരോഗമന വിരുദ്ധരാക്കിയാലും ശരി, ഇസ്ലാമിന്റെ തത്വം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആ മതം, ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യനായി കാണുന്ന മതമാണ്. ഒരിക്കലും തന്നെ വാളുകൾ സർഗാത്മക രാഷ്ട്രീയം, ഞങ്ങളുടെ രാഷ്ട്രീയം സർഗാത്മക രാഷ്ട്രീയമാണ്. സംവാദം, ലേഖനം, കവിത, കാർട്ടൂൺ, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങൾ മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗ് നിങ്ങൾ വൽക്കരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കോടതി ആവട്ടെ, ജുഡീഷ്യറി ആവട്ടെ, ഏത് സഭയാവട്ടെ, മുസ്ലിം ലീഗിനെ വർഗീയതയുടെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ പ്രതികൂട്ട് കിട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കൂ. ഇതാ ഞാൻ വികാരം കൊള്ളുന്നത്. കേൾക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയോ? മുസ്ലിം ലീഗ് വർഗീയത എതിർത്തതിന്റെ പേരിൽ, തീവ്രവാദ എതിർത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഓമനിച്ചു നേതാക്കൾ പോയിട്ടുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ്, മുസ്ലിം ലീഗിന് നിങ്ങൾ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? ലീഗ് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പഴക്കമുള്ള പാർട്ടിയാ. നിങ്ങൾ അതിനെ ചെറുതാക്കാൻ കഴിയില്ല. കേരളത്തിലെ സ്ത്രീകൾക്കും ആവശ്യമില്ല. ഒരു ഉണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ മുഴുവൻ മതാനികളുടെ സർട്ടിഫിക്കറ്റ് ആണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഞാൻ. മുസ്ലിം ലീഗിനെ നിങ്ങൾ വർഗീയതയുടെ പേര് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ തെറ്റുപറ്റിയിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് ലീഗിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അതേ അവസരം നിങ്ങൾക്ക് അജണ്ടയുണ്ട്, ഞങ്ങൾക്ക് അജണ്ടയില്ല. ഞങ്ങളുടെ അജണ്ട ഇക്കാര്യം തെരഞ്ഞെടുപ്പില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സന്ദേശം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മാത്രം വിചാരിച്ചാൽ സമാധാനവും ബഷീർ ജയിക്കില്ലല്ലോ. കേരളത്തിലെ എല്ലാ മതങ്ങളും, എല്ലാ ജാതികളും, എല്ലാ മനുഷ്യരും വോട്ട് ചെയ്തതുകൊണ്ട് ലീഗ് ഈ രാജ്യത്തിന് ആവശ്യമാണ്. അവർ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുകൊണ്ട് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാഹിബ്. ഇപ്പൊ പിണറായി ഒക്കെ ലീഗില്ലാതെ മനസ്സിലായില്ല. കാഫിറുകളുമായി തൊട്ടുകൂടുന്നതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് 1900 മുസ്ലിം ലീഗിനെ നിങ്ങൾ മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് വേട്ടയാടണ്ട. ഞാൻ പറഞ്ഞല്ലോ,
മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് ഇങ്ങനെ വേട്ടയാടുന്ന പേര് ആ പേര് മുസ്ലിം എന്ന പദം മുസ്ലിം എന്ന പദം നിങ്ങൾ ജനിച്ച മുസ്ലിം ആയിട്ടല്ലേ എങ്ങനെ മുസ്ലിം ആകുന്നത്? അന്യപുരുഷനെ വിമർശിക്കാൻ പാടില്ല, ിനെക്കാട്ടി നല്ലത് നിങ്ങൾ ആ ഖുർആൻ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു. നമ്മളൊന്നും സംസാരില്ല. നിങ്ങൾ പറഞ്ഞു പറയേണ്ടത് ഇസ്ലാം മെച്ചപ്പെട്ടതാണ് എന്ന് പറയേണ്ടത് ടീച്ചർ പറയുന്നു എനിക്ക് ഖുർആനിൽ വിശ്വാസമില്ല. അത് ഞാൻ പറയുന്നു, നിങ്ങൾ ഖുർആനിലും അതിൽ വിശ്വാസം ആൾ കൊണ്ടുവരൂ. സംവാദം തയ്യാറാണ്, നിങ്ങൾക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല, നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇസ്ലാമല്ല എന്ന്. ഈ സംസാരിക്കുന്നില്ല. വിശ്വസിക്കുന്നു ആ ഖുർആനിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഞാൻ കേട്ടോളൂ. ഷേക്സ്പിയർ, ഗോയിന്റെ, എംഗൽസ് മുഹമ്മദിന്റെ മതം മുഹമ്മദിന്റെ ഇസ്ലാം മതമാണ്. പക്ഷേ മുഹമ്മദിന്റെ മതം മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതമാണ്. കമ്മ്യൂണിസ്റ്റ് എഴുതിയിട്ടില്ലേ? നോക്കട്ടെ, ഷേക്സ്പിയർ, ആരാണ്? ഗോയിന്റ്, വില്യം മോർ, ടാഗോർ, മഹാത്മാഗാന്ധി ഇവരെല്ലാം പറയുന്നത് ഖുർആന്റെ സവിശേഷതകളാണ്. ഒരാൾക്ക് പഠിക്കുക. ഖുർആൻ കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന മതമാത്രത്തിലെ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിലേക്ക് ലോകം വരും. മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു സംഭവം ഒന്ന് പറയാമോ? അനുഭവിച്ചിരുന്നു ഖദീജ എന്ന മകൾ. ആ പേറിയന്ത്രമാക്കി മാറ്റിയ ആ മുഹമ്മദ് നബിയുടെ ഇലലുലുമാത്തി മിനൻ നൂർ എന്നൊന്നും പറഞ്ഞു കളയല്ലേ? ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യം. വരാം പ്ലീസ്.